താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. മഹേശ്വരിയമ്മ ഞെട്ടി ജയകൃഷ്ണനെ നോക്കി. അവൻ്റെ കണ്ണ് കലങ്ങി ചുവന്നിരിക്കുന്നു. ആ കൊച്ചിനെ ഈശ്വരൻ ആവോളം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കറിയില്ലേ അതാരാണെന്ന്? എൻ്റെ ദേവൻ്റെ ദേവി. ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തി. ഒറ്റ നിമിഷം കൊണ്ട് ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട് അനാഥയാക്കപ്പെട്ടവൾ. അമ്മ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ദേവി. കുട്ടാ, അതാണോ നമ്മുടെ ദേവൻ്റെ കുട്ടി? ഈശ്വര, അതിനെയാണോ ഞാനിന്ന് കണ്ടത്? ഇത്രയും അവർക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയിട്ടും ജയന് വല്ലാത്ത വേദന തോന്നി. ആദ്യമായി തൻ്റെ കുഞ്ഞ് അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞു. അതിന് കാരണമായത് ദേവിയും. അവളുടെ മുഖത്ത് ഇന്ന് കണ്ട നിസ്സഹായ അവസ്ഥ, അതിന് കാരണം താനല്ലേ? എൻ്റെ ശബ്ദമുറച്ചപ്പോൾ രമ്യയ്ക്ക് പിന്നിലേക്ക് നീങ്ങിയ ആ മുഖത്ത് ഭയമായിരുന്നു. പക്ഷെ അപ്പോഴും അവൾ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്തിരുന്നു നിസ്സഹായതയോടെ. അവൾ ചെയ്തതിൽ എന്താണ് തെറ്റ്? തൻ്റെ കുഞ്ഞിന് ശരിക്കും ആശ്വാസമാവുകയായിരുന്നു അവൾ. എന്നിട്ട് ഞാൻ അവളോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പൊട്ടിത്തെറിച്ചു. കത്തിച്ച സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ചു. പുക പുറത്തേക്ക് വിട്ടു. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് കണ്ണും നട്ട് നിന്നു. ഇല്ല, മനസ്സ് കലുഷിതമാണ്. ആശ്വാസം കിട്ടുന്നില്ല. മോനെ കുട്ടാ, ഓടിവായോ. താഴെ നിന്ന് അമ്മയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് കയ്യിലിരുന്ന സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ജയകൃഷ്ണൻ താഴേക്ക് ഓടി വന്നു. എന്താ അമ്മേ, എന്താ കാര്യം? എടാ മോള് വിളിച്ചിട്ട് ഉണരുന്നില്ല. തീ പോലെ ചൂട്. വേഗം വാ, നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ജയകൃഷ്ണൻ വേഗം കുഞ്ഞിനെ വാരിയെടുത്ത് വണ്ടിയുടെ ചാവിയും അമ്മയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. വണ്ടി നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ജയകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സായി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനെ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോഴവൻ പറഞ്ഞിരുന്നു, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ വണ്ടി നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് സായിയെ വിളിച്ച് വിവരം പറയാനും മറന്നില്ല. കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ സായി ഉണ്ടായിരുന്നു. മോളെ ബെഡിൽ കിടത്തി അമ്മയും ജയനും റൂമിന് പുറത്തേക്കിറങ്ങി. സായി പരിശോധിച്ചു. പനി കൂടുതലാണ്. മാത്രവുമല്ല, നിർബന്ധപൂർവമുള്ള കരച്ചിലും. അതെന്തിനാണെന്ന് മാത്രം അറിയാൻ വയ്യ. ഒടുവിൽ ഇഞ്ചക്ഷൻ എടുത്തു. കുഞ്ഞിൻ്റെ ബ്ലഡും യൂറിനും ചെക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോഴാണ് കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ. യൂറിൻ കൾച്ചർ ചെയ്തു. ആൻറ്റിബയോട്ടിക്കും സ്റ്റാർട്ട് ചെയ്തു. മഹേശ്വരി അമ്മ എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞിനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദേവി അവൾക്ക് പാല് കൊടുത്തതിൽ പിന്നെ അവൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി മുഴുവനും മാധു കരച്ചിൽ തന്നെയായിരുന്നു. മഹേശ്വരി അമ്മയും ജയകൃഷ്ണനും മാറി മാറി എടുത്തിട്ടും അവളുടെ കരച്ചിൽ മാറിയില്ല. ഒടുവിൽ കുഞ്ഞ് തളർന്നാണ് ഉറങ്ങിയത്. നേരം പാതിരാത്രി കഴിഞ്ഞാണ് മഹേശ്വരി അമ്മയും ജയനും കണ്ണടച്ചത്. രാവിലെ ഉണരുമ്പോൾ മുതൽ മോള് നിർബന്ധ കരച്ചിൽ തന്നെയായിരുന്നു. അവളെ ഒരു തരത്തിലും സമാധാനപ്പെടുത്താൻ കഴിഞ്ഞില്ല. വെളുപ്പാങ്കാലത്ത് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ് ദേവി. എന്തുകൊണ്ടോ അതിനുശേഷം അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് മൊബൈൽ ശബ്ദിക്കുന്നത്. മുറിയിലെ ലൈറ്റ് തെളിച്ചു നോക്കുമ്പോൾ സമയം 5 മണി. ഇതാരാ ഈ നേരത്ത്? ദേവി മൊബൈൽ കയ്യെത്തിച്ചെടുത്തു. സിദ്ധുവേട്ടൻ എന്താ ഇപ്പോൾ വിളിക്കുന്നത്? വെപ്രാളത്തോടു കൂടി കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ഏട്ടാ? മോളെ, ഞാൻ പുറത്തുണ്ട്, നീ വന്ന് വാതിൽ തുറക്ക്. അത്രയും പറഞ്ഞ് കോൾ കട്ടായി. ദേവി വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റ് മുടി വാരി കെട്ടി റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. ഹോളിലും മറ്റും ലൈറ്റ് ഇടുന്നതും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അച്ഛനും അമ്മയും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എന്താ മോളെ, ആരാ വന്നത്? സിദ്ധുവേട്ടനാണച്ചാ. എന്താണ് കാര്യമെന്നറിയില്ല. അവൾ വേഗം ഡോർ തുറന്നു. സിദ്ധുവിൻ്റെ കൂടെ നിൽക്കുന്ന ജയകൃഷ്ണനെ കണ്ടപ്പോൾ അവൾ വാതിലിൻ്റെ ഇടയിലേക്ക് മറഞ്ഞു. സിദ്ധുവും ജയകൃഷ്ണനും കൂടി അകത്തേക്ക് കയറി. ആരാ സിദ്ധു ഇത്? അമ്മവാ, ഇത് ദേവൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ രമ്യയുടെ ഡേ കെയറിലാണ് ജയകൃഷ്ണൻ്റെ മോൾ. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ സിദ്ധു നടന്ന കാര്യങ്ങളെല്ലാം അമ്മാവിനെയും അമ്മായിയെ അറിയിച്ചു. കുഞ്ഞിനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമല്ലേ അമ്മാവാ? ഞങ്ങളുടെ മോൾ കാരണം ആ കുഞ്ഞിന് ആശ്വാസമാവുമെങ്കിൽ ഞങ്ങൾക്കതിന് സന്തോഷമേ ഉള്ളൂ. അമ്മാവിൻ്റെ മറുപടി കേട്ടപ്പോൾ ജയകൃഷ്ണൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതുവരെ കുഞ്ഞിൻ്റെ അവസ്ഥകൾ സിദ്ധു പറയുന്നത് കേട്ട് വാതിലിൻ്റെ മറവിൽ നിന്ന് തേങ്ങി കരയുകയാണ് ദേവി. അമ്മേ അമ്മേ എന്ന് വിളിച്ച് തൻ്റെ പിന്നാലെ കൊഞ്ചി വരുന്ന മാധുവിൻ്റെ മുഖമോർത്തപ്പോൾ ദേവിയുടെ ഇടനെഞ്ച് പിടഞ്ഞ് ചോര വാർന്നു. ആ കുഞ്ഞിന് താൻ ആശ്വാസമാണെന്നറിഞ്ഞപ്പോൾ അവളുടെ മാതൃഹൃദയം വല്ലാതെ തുടിച്ചുപോയി. ഒന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് പോയി. അവളുടെ ആ പോക്ക് കണ്ടപ്പോൾ അമ്മാവൻ്റെയും അമ്മായിയുടെയും സിദ്ധുവിൻ്റെയും ജയൻ്റെയും മുഖം മങ്ങി. ഹോസ്പിറ്റലിൽ വെച്ച് താൻ അവളോട് പെരുമാറിയത് ദേവിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരിക്കും. സിദ്ധു, ദേവിക്ക് ചിലപ്പോൾ താല്പര്യം കാണില്ല. നമുക്കിറങ്ങാം. ഞാൻ സത്യത്തിൽ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. മോളെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ സ്വാർത്ഥനായിപ്പോയി.
ഈ സമയം വന്ന് ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ജയൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ തന്നെ അമ്മാവിനെയും അമ്മാവിയെയും നോക്കി സിദ്ധുവും. ബെഡിലേക്ക് വീണു ദേവി. നെഞ്ച് വിങ്ങിപ്പോയി. കുഞ്ഞിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളെ മാറോട് ചേർക്കാൻ മനസ്സ് വിങ്ങി. പക്ഷേ വേണ്ട, അത് പാടില്ല. മോളെ ദേവി. വാതിൽക്കൽ അമ്മയുടെ കാൽപ്പെരുമാറ്റം കേട്ട് അവൾ എഴുന്നേറ്റിരുന്നു. നീ എന്താ ഈ കാണിക്കുന്നത്? ഇത്രയും കാര്യമായി സിദ്ധുവും ആ കൊച്ചനും ഇവിടെ വന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് പോകാതിരിക്കുന്ന ശരിയാണോ? പിഞ്ചു കുഞ്ഞല്ലേ, അത് ഇത്രയും നേരമായിട്ടും ആഹാരമൊന്നും കഴിച്ചില്ലെന്ന്. ഇല്ലമ്മേ, വേണ്ട. എനിക്കിപ്പോൾ പേടിയാണ് ആരെങ്കിലും സ്നേഹിക്കാൻ. ഞാൻ കാരണം മാതുമോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ. ഇല്ലമ്മേ, ഞാൻ പോകില്ല. എൻ്റെ ദോഷം കൊണ്ടാണ് എനിക്കെൻ്റെ ദേവേട്ടനെയും അമ്പുമോനെയും നഷ്ടമായത്. ഞാനിനി ആ കുഞ്ഞിനോട് സ്നേഹം കാണിച്ചാൽ. ദേവി. സിദ്ധു അകത്തേക്ക് വന്നു. അവൾ എത്തി പുറത്തേക്ക് നോക്കി. ആരെയാണ് അവൾ തിരയുന്നതെന്ന് സിദ്ധുവിന് മനസ്സിലായി. ഇല്ല, ജയൻ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. കുഞ്ഞിന് ഫിറ്റ്സ് വന്നെന്ന്. അമ്മ മാത്രമേ ഉള്ളൂ. അവൾ നെഞ്ചത്ത് കൈവച്ച് അമർത്തിപ്പിടിച്ചു. മാതുമോള്, അവൾക്ക് ഫിറ്റ്സ്. നിന്നോട് കെഞ്ചിയതല്ലേ മോളെ അവൻ? ഒന്ന് അവിടെ വരെ ചെല്ലാൻ. നിനക്കെങ്ങനെ? രമ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. നിന്റെ പിന്നാലെ അമ്മയെന്ന് വിളിച്ച് നടക്കുന്ന കുഞ്ഞല്ലേ. ഈ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് അല്പം പോലും സഹതാപം തോന്നുന്നില്ലേ? സിദ്ധു പറയാതിരിക്കാൻ വയ്യാതെ അത്രയും പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. അവൾ വിങ്ങിപ്പൊട്ടി. എനിക്ക് പേടിയാണ്. ഇനിയും ആരെയെങ്കിലും സ്നേഹിക്കാൻ. ഞാൻ കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. നീ കാരണം ആർക്കെന്ത് ദോഷം സംഭവിക്കാനാണ്? ഓരോരുത്തർക്കും ഓരോ സമയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കൂ. പക്ഷെ നീ ഇപ്പോൾ ചെന്ന് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം. ഏട്ടാ. ശാസനയോട് വിളിച്ചു ദേവി. ആ കുഞ്ഞിനോട് എന്തിനാ മോളെ വാശി? അതുവരെ എല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിന്ന് അച്ഛൻ മുറിയിലേക്ക് കയറി വന്നു. ഇന്നുവരെ എൻ്റെ മോളെ ഒരു കാര്യത്തിലും ഉപദേശിക്കേണ്ട അവസ്ഥ നീ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് ആദ്യമായി അച്ഛൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അമ്മയില്ലാത്ത പൊടിക്കുഞ്ഞിന് നീ ഒരു ആശ്വാസമാവുമെങ്കിൽ നീ പോവുക തന്നെ വേണം. നിന്റെ ദോഷം കൊണ്ട് ആർക്കും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതൊക്കെയും വിധിയാണ്. ജയൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പനി കുറയാനായുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ടവൽ നനച്ച് തുടയ്ക്കുന്നുമുണ്ട്. ഒരേ കരച്ചിലാണ്. കുട്ടാ. മഹേശ്വരി അമ്മ ജയനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എവിടെ ദേവിമോള്? അവൾ വന്നില്ലേ? അവർ ചുറ്റുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, ദേവി വന്നില്ല. ഇത്രയും നാൾ നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിട്ടല്ലോ അമ്മേ ജീവിച്ചത്. ഇനിയും അങ്ങനെ മതി. എൻ്റെ കുഞ്ഞിന് അവളുടെ അമ്മ കാവലുണ്ടാകും. കലങ്ങിയ കണ്ണുകളെ അമ്മയിൽ നിന്ന് മറച്ചുകൊണ്ട് കോറിഡോറിലൂടെ അപ്പുറത്തേക്ക് മാറി നിന്നു ജയൻ. ഒബ്സർവേഷൻ റൂമിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും മോളുടെ കരച്ചിൽ അകത്തുനിന്ന് കേൾക്കാമായിരുന്നു. തീരെ ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അമ്മയെ അവളോടൊപ്പം നിർത്താൻ ഡോക്ടർ പറഞ്ഞു. അവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുഞ്ഞിന് കുറച്ച് ആശ്വാസമായേനെ. എവിടെ കുട്ടിയുടെ അമ്മ? അവരിതുവരെ വന്നില്ലേ? ഡോക്ടർ അന്വേഷിക്കുന്നു. മഹേശ്വരി അമ്മ ഒന്നും മിണ്ടാതെ തലയും കുനിച്ചു നിന്നു. അപ്പോഴേക്കും കാറ്റ് പോലെ ദേവി അവിടെ എത്തി. നിങ്ങളിത് എവിടെ പോയിരുന്നു? കുഞ്ഞിന് കരഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല. വരൂ. നിങ്ങൾ കുറച്ചു നേരം എടുത്ത് സമാധാനിപ്പിച്ച് ഫീഡ് ചെയ്യൂ. എന്നാലേ ബാക്കി ടെസ്റ്റുകൾക്ക് പറ്റൂ. ദേവി മഹേശ്വരി അമ്മയെ നോക്കി. അവർ അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് നന്ദി സൂചകമായി. ദേവി ഒബ്സർവേഷൻ റൂമിൽ കയറുമ്പോൾ ഒരു സിസ്റ്ററിൻ്റെ കയ്യിലിരുന്ന് വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട് മാധു. അവളെ കണ്ടയുടൻ ഉമ്മ ഉമ്മ എന്ന് കൈനീട്ടി അവളുടെ മേലേക്ക് ചാടി വീണു. ദേവി അവളെയും കയ്യിലെടുത്തു. കയ്യിൽ കരുതിയ ടവൽ കൊണ്ട് മുഖം തുടച്ചു. കരഞ്ഞു കരഞ്ഞ് പെണ്ണിൻ്റെ മുഖം ചുവന്നുപോയി. ആ കുഞ്ഞു മുഖമാകെ ചുംബനം കൊണ്ട് മൂടി. മാധു അവളുടെ തോളിൽ തലചേർത്ത് കിടന്നു. ഒബ്സർവേഷൻ റൂമിൻ്റെ അടുത്തുള്ള മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവിടെ ചെന്ന് ഫീഡ് ചെയ്യിക്കൂ. ഇന്നലെ ട്രിപ്പിട്ട കൈ നീര് വന്ന് വീർത്തിരിപ്പാണ്. അതുകൊണ്ട് ഇന്ന് അടുത്ത കൈയിലാണ് ട്രിപ്പിടുന്നത്. അതുകൊണ്ട് കരച്ചിൽ മാറിയാലേ പറ്റൂ. നഴ്സ് വളരെ സമാധാനത്തോടുകൂടി ദേവിയോട് പറഞ്ഞു. അവൾ മോളെയും കൊണ്ട് ഒബ്സർവേഷൻ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ടാണ് ജയൻ അവിടേക്ക് വന്നത്. ജയനെ കണ്ടതും ദേവി വേഗം അമ്മയുടെ പിന്നിലേക്ക് മാറി നിന്നു. താൻ നിൽക്കുന്നത് അവൾക്ക് അസ്വസ്ഥതയാണെന്ന് മനസ്സിലാക്കിയ ജയൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. കുഞ്ഞിനെയും കൊണ്ട് ദേവി അടുത്തുള്ള റൂമിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ മോളെ കിടത്തി അവളെ മുലയൂട്ടി. പെണ്ണ് അവളുടെ പുറത്ത് ചവിട്ടിയും മുഖത്ത് വിരൽ കൊണ്ട് തൊട്ടും പാൽ വലിച്ചു കുടിച്ചു. ആരോ പിന്നിൽ നിന്നും തോളിൽ കൈവച്ചപ്പോൾ ജയൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞിരുന്നു. ഛേ, താൻ ഇത്രയും സില്ലിയാകാതെ. അവൾക്ക് പേടിയാണ് ജയ. അവളുടെ ദോഷം കാരണം കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. അതുകൊണ്ടാണ് ആ പാവ ആദ്യം വരില്ലെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലാകും സിദ്ധു.
എൻ്റെ മോള്, അവൾ കൂടെ എന്നെ. താൻ എന്തൊക്കെയാ ജയ ഈ പറയുന്നത്? അവൾക്കൊരു കുഴപ്പവുമില്ല. ജയൻ എന്തിനാ മാറി നിൽക്കുന്നത്? അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവർക്കൊരാശ്വാസമാകേണ്ടത് താനല്ലേ? ഇങ്ങോട്ട് വന്നേ. ഞാൻ അവിടെ നിൽക്കുന്നത് ദേവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമോ എന്ന് കരുതിയാണ് ഞാൻ. അങ്ങനെയൊന്നുമില്ലടോ, താൻ ഇങ്ങ് വന്നേ. ജയൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് സിദ്ധു ഒബ്സർവേഷൻ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. കുഞ്ഞിനെയും മാറോട് ചേർത്ത് ഒബ്സർവേഷൻ റൂമിൽ നിന്നിറങ്ങി വരുന്നവളിൽ കണ്ണുടക്കി. മനസ്സിന് സന്തോഷം തോന്നി. അവൾക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി ആ ഭാഗത്തേക്ക് പോയി ദേവിയെ വിഷമിപ്പിക്കേണ്ടെന്ന് ജയൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും മോൾക്കും ദേവിക്കും കൂടി ഒരു റൂം, ജയന് മറ്റൊരു റൂമും എടുത്തു. ഞാൻ കാരണമാണോ അമ്മേ അദ്ദേഹം വേറെ റൂമെടുത്തത്? ദേവിക്ക് അതിൽ വിഷമം തോന്നി. മോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ ഞങ്ങൾക്ക് മാതുമോളുടെ ആരോഗ്യമാണ് മുഖ്യം. നിനക്കറിയാമോ, എൻ്റെ കുഞ്ഞു മുലപ്പാലിൻ്റെ മധുരം നുകർന്നത് നിന്നിൽ നിന്നാണ്. നിന്റെ നെഞ്ചിലെ ചൂടാണ് ആദ്യമായി അവൾ അറിഞ്ഞത്. ഒരുപാട് തവണ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ദേവമോൻ്റെ പെണ്ണിനെ. പക്ഷേ മനസ്സിൽ കരുത്തില്ലായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം മാറ്റിവെച്ച് കൂടിക്കാഴ്ച. പക്ഷേ ഇപ്പോൾ ആ മോള് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊപ്പം അവളെ ചേർത്ത് പിടിച്ചു. പുണ്യമാണ് നീ. അതിനവൾ നിറമങ്ങിയ ചിരി സമ്മാനിച്ചു. പുണ്യം? ഞാനാണോ അമ്മേ പുണ്യം? പാപിയായിരിക്കും ഞാൻ. അതല്ലേ എൻ്റെ ദേവേട്ടനെയും മോനെയും എന്നിൽ നിന്ന് അകറ്റിയത് ഈശ്വരൻ. ആ എന്നെയാണോ അമ്മ പുണ്യമെന്ന് പറയുന്നത്? മോളെ ദേവി. തളർന്നു പോയിരുന്നു ദേവി. അവൾക്കപ്പോൾ ചായാനൊരു തോൾ ആവശ്യമായിരുന്നു. അവൾ മഹേശ്വരി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒന്ന് കരയാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല. ചുറ്റുമുള്ളവർക്ക് ഞാനൊരു സങ്കടമാവണ്ടല്ലോ എന്ന് കരുതി എൻ്റെ സങ്കടങ്ങൾ മുഴുവനും ഞാൻ ഉള്ളിൽ ഒതുക്കുകയാണ്. റൂം തുറന്നകത്തേക്ക് കയറുന്ന ജയൻ ഈ കാഴ്ച കണ്ട് വേഗം റൂമിൻ്റെ വാതിൽ ചാരി ഇറങ്ങി. 3-4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം മോളുടെ ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറി. ഇപ്പോൾ കുറച്ച് ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. ജയൻ്റെയും ദേവിയുടെയും കൈകളിൽ മാറി മാറി ഉണ്ടായിരുന്നു മാതുമോള്. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്ന്. അത് കേട്ടപ്പോൾ ദേവിയുടെ മുഖം വാടി. ഈ 3 ദിവസം കൊണ്ടും മോളുമായി ദേവി ഒരുപാട് അടുത്തു. മഹേശ്വരി അമ്മയ്ക്കും സങ്കടം തോന്നി. മോള് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോയാൽ പിന്നെ എങ്ങനെയാ ദേവി നിന്നെ കാണുന്നേ? മാതുമോൾ ഇനി നിന്നെ കാണാതെ ബഹളമാക്കുമല്ലോ. ജയനോടും അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നും ഡിസ്ചാർജ് ആകുന്ന ദിവസം സിദ്ധു അവളെ കൂട്ടാനെത്തി. ദേവി തലേ ദിവസമേ അവനെ വിളിച്ചറിയിച്ചിരുന്നു. മോളെ രാവിലെ ചൂടുവെള്ളത്തിൽ മേല് കഴുകി തുടച്ച് ഇടുപ്പിലിരുത്തി വാഷ്റൂമിൽ നിന്നും ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയനും അമ്മയും കൂടി പാക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജയൻ കാണുന്നത് സാരി ഇടുപ്പിൽ കുത്തി കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന ദേവിയെയാണ്. അവളുടെ ഇടുപ്പിലിരുന്ന് കുടുങ്ങിച്ചിരിക്കുന്ന മാതുമോള് അവളുടെ സന്തോഷത്തിൽ നോക്കി നിന്നു. ദേവി കുഞ്ഞിനെ ഒരുക്കി ഇറക്കി അവളെ അമ്മയുടെ അടുത്ത് കൊടുക്കാൻ നീട്ടിയതും പെണ്ണ് ദേവിയുടെ തോളിൽ അള്ളിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മ, അമ്മ. മോനെ, നീ എങ്ങനെയെങ്കിലും മോളെ എടുത്ത് സമാധാനിപ്പിച്ച് പുറത്തു കൊണ്ടുപോ. അങ്ങനെയെങ്കിലേ ദേവി മോൾക്ക് പോകാൻ കഴിയൂ. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജയൻ ദേവിയുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിന് നേരെ കൈനീട്ടി. അവൾ അച്ഛനെ നോക്കി ചിരിച്ച് ദേവിയുടെ തോളിൽ കിടന്നു. ദേവി അവളെ ബലമായി അടർത്തി മാറ്റി ജയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുവിട്ട് കട്ടിലിരുന്ന ബാഗ് എടുത്ത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നു. പോകാമേട്ടാ നമുക്ക്. അമ്മേ ഇറങ്ങട്ടെ. മഹേശ്വരി അമ്മ അവളെ ആഞ്ഞു പുലുകി ചേർത്ത് പിടിച്ച് നെറുകിൽ ചുണ്ട് ചേർത്തു. മോളെ കാണാൻ വീട്ടിലേക്ക് വരണം, അവളെ ഉപേക്ഷിക്കരുത്. എന്തു പറയണമെന്നറിയാതെ ദേവി കുഴങ്ങി. കുഞ്ഞിനെ പിരിയുക അസാധ്യമാണ്. ഇന്ന് തന്നെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ കുഞ്ഞിൻ്റെ സാമീപ്യമാണ്. അവൾ തലയാട്ടി. വെറും വാക്ക് പറയരുത്. മാതുമോളുടെ മനസ്സിൽ നീയാണ് അവളുടെ അമ്മ. അവൾ ആദ്യമായി അമ്മയെന്ന് വിളിക്കുന്നത് നിന്നെയാണ്. അതിനെ കൈയൊഴിയരുത്. അവരുടെ കൈ വേർപെടുത്തി ദേവി അവിടെ നിന്നിറങ്ങി. 4 ദിവസം കടന്നുപോയതറിഞ്ഞില്ല. അവളെ ഒരുക്കിയും താരാട്ടുപാടിയും പാലൂട്ടിയും സമയം പോയതറിഞ്ഞില്ല. പക്ഷേ ഇനിയുള്ള തൻ്റെ ദിവസങ്ങൾ അതെങ്ങനെ മോളില്ലാതെ കടന്നു പോകും? അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിൽ തണുപ്പാണ്. ജയമോളുമായി തിരികെ റൂമിലെത്തുമ്പോൾ അവിടെ ദേവി ഉണ്ടായിരുന്നില്ല. അവളുടെ അസാന്നിധ്യം അവനെയും അസ്വസ്ഥനാക്കി. വീടെത്തിയതും മാളുമോളുടെ സ്വഭാവം മാറി. അവൾ നിർബന്ധ കരച്ചിൽ തുടങ്ങി. അമ്മയുടെ അടുത്തും പോകുന്നില്ല. പിന്നെ ജയൻ തന്നെ മുഴുവൻ നേരവും അവളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കരച്ചിലാറ്റി. അമ്മേ, നാളെ എന്തായാലും മോളെ ഡേ കെയറിൽ വിടാം, അല്ലെങ്കിൽ ഇവൾ പ്രശ്നമുണ്ടാക്കും. എനിക്കും അമ്മയ്ക്കും ഇവളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഡേ കെയറിലാവുമ്പോൾ ദേവിയും കാണും. കുട്ടാ, എത്ര ദിവസമെന്ന് വെച്ചാൽ മോളെ ഇങ്ങനെ? ഓരോ ദിവസം കഴിയും തോറും അവളുടെ നിർബന്ധവും വാശിയും കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യും?
ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് കേൾക്കുമോ? ജയൻ എന്താണെന്നുള്ള ഭാവത്തിൽ അമ്മയെ നോക്കി തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.